ആകാശവാണിയിലെ പ്രമുഖ വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. ഒരു കാലത്ത് മലയാളി ജീവിതത്തെ നിർണയിച്ച ശബ്ദ സാന്നിധ്യങ്ങളിലൊന്നാണ് മറയുന്നത്. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. മലയാളി ജീവിതത്തിന്റെ സമയരേഖയിൽ നിന്ന് ഒരു റേഡിയോ കാലം പടിയിറങ്ങിപ്പോവുകയാണ്. ശരാശരി മലയാളിയുടെ ദിവസം പ്രഭാതഭേരിയിൽ തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. ഇൻസ്റ്റയ്ക്കും വാട്സാപ്പിനും സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകൾക്കും മുമ്പ് നമ്മുടെ സമയബോധം ആകാശവാണിയിൽ നിന്ന് വേറിട്ടെടുക്കാനാകാതിരുന്ന ഒരു കാലം. രഞ്ജിനിയും യുവവാണിയും ബാലലോകവും പ്രകാശധാരയും പിന്നെ വയലും വീടും കണ്ടതും കേട്ടതുമൊക്കെയായി നമ്മൾ കുറച്ചുകൂടി ചെറിയൊരു ലോകത്തിന്റെ തുറസ്സുകളിൽ ജീവിച്ചൊരു കാലം. എം രാമചന്ദ്രൻ ഓർമ്മയാകുമ്പോൾ മറയുന്നത് ആ കാലഘട്ടമാണ്. നമുക്ക് പ്രാദേശിക വാർത്തകളും ഗോളാന്തര കൗതുക വർത്തമാനങ്ങളും പറഞ്ഞു തന്നയാൾ. 80കളിലും 90കളിലും മലയാളി കാത്തുകാത്തിരുന്ന ശബ്ദം. വായിക്കുന്നത് രാമചന്ദ്രൻ. ഇന്ദിരാഗാന്ധിയുടെ മരണം മുതൽ എത്രയോ ബ്രേക്കിംഗ് വാർത്തകൾ മലയാളിയെ അറിയിച്ച ശബ്ദം. വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് രാമചന്ദ്രൻ ആകാശവാണിയിലെത്തുന്നത്. റേഡിയോ വാർത്തയെ അതിന്റെ സ്ഥിരം ശൈലികളിൽ നിന്ന് അടർത്തി രാമചന്ദ്രൻ പുത്തൻ ശബ്ദവിധാനങ്ങളിൽ അവതരിപ്പിച്ചു. കൗതുക വാർത്തയിൽ പുത്തൻ അവതരണ രീതി പരീക്ഷിച്ച തൊട്ടടുത്ത വാരം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലേക്ക് രാമചന്ദ്രനെ അഭിനന്ദിച്ചു വന്നത് 800ഓളം കത്തുകളായിരുന്നു. പിന്നെ കേരളത്തിൽ എവിടെ ചെന്നാലും ശബ്ദം കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന അക്കാലത്തിന്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി രാമചന്ദ്രൻ. റേഡിയോ പ്രക്ഷേപണം മലയാളി ചിന്തയെയും ജീവിതത്തെയും ക്രമപ്പെടുത്തിയ കാലത്തിന്റെ ശേഷിച്ച കണ്ണികളിൽ ഒന്നുകൂടി മറയുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കാലഘട്ടം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.